കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹത്വമാണ്. യുദ്ധങ്ങൾ നിമിത്തം രാജ്യങ്ങളെല്ലാം കീഴ്മേൽ മറിയും. അവിടുന്ന് ഇട്ടിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ പല രാജ്യങ്ങളിലും ഉള്ളത് ഇട്ടിട്ട് ജീവനം കൊണ്ട് പോകേണ്ട സിറ്റുവേഷൻ വരാൻ പോകും. വേഗത്തിൽ അത് ക്രമീകരിക്കുക. നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ ദേശത്ത് അത് ക്രമീകരിക്കുക. പരിശുദ്ധൻ ബുദ്ധി ഉപദേശിക്കുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ അവൾ രക്ഷപ്പെടും. എന്നാൽ അവൻ രക്ഷപ്പെടും. എന്നാൽ നീ രക്ഷപ്പെടും. വിശ്വസിക്കുക. യേശു അത്ഭുതം ചെയ്യും. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്യും. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ തലമുറ പുറത്തു വരും. അവർക്ക് നല്ല ഭാവി ഉണ്ടാകും. അവർക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാകും. അവർക്ക് നല്ല ജോലി ലഭിക്കും. അവർക്ക് നല്ലൊരു ആത്മീയ നിലവാരം ഉണ്ടാകും. തലമുറ ഏറ്റവും മാനിക്കപ്പെടും. വിശ്വസിക്കുക. ആമേൻ പറയുക. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവ് കൈമാറിയ ചില പ്രവചന ശബ്ദം കൂടെ ഞാൻ കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ചില വെളിപ്പാടുകൾ ഈ രാത്രി ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറഞ്ഞ ദൈവശബ്ദങ്ങൾ ഞാൻ കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. വളരെ 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 ഗൗരവത്തോടെ ഈ വിഷയത്തെ ഏറ്റെടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ച ഒരു ദർശനം, സാറ്റലൈറ്റ്, എന്നെ ഒരു പിക്ചറാണ് ദൈവാത്മാവ് കാണിക്കുന്നത്. ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. മനുഷ്യ നിർമ്മിതമായ ഉപഗ്രഹം, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇങ്ങനെ കിടന്ന് റൗണ്ട് ചെയ്യുന്ന പരിശുദ്ധന്മാരെ കാണിച്ചു. ആ ആർട്ടിഫിഷ്യൽ ഇങ്ങനെ കറങ്ങുന്ന പിക്ചർ എന്നെ കാണിക്കുകയാണ്. സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കറങ്ങുന്നു. പരിശുദ്ധാത്മാവ് ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇടപെടുകയാണ്. എന്നെ കാണിക്കുക. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾ, മനുഷ്യ നിർമ്മിതമായ സാറ്റലൈറ്റുകൾ, അത് തമ്മിൽ കൂട്ടിയിടിച്ച് തീപിടുത്തമുണ്ടായി. സാറ്റലൈറ്റുകൾ താഴേക്ക് പതിക്കുന്ന ഒരു സംഭവം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത്. രണ്ട് വിധത്തിലാണ് ഇതിൻ്റെ കറക്കത്തിൻ്റെ ഇടയിൽ ഇത് സംഭവം തമ്മിൽ സ്വാഭാവികമായി കൂട്ടിയിടിക്കുന്നു. ചില രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ മനഃപൂർവ്വമായി തകർക്കുന്ന വിധത്തിൽ, സാറ്റലൈറ്റ് ഉപയോഗിച്ച് തന്നെ തകർക്കുന്ന വിധത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. സാറ്റലൈറ്റുകൾ തകർക്കുന്ന, ചില രാജ്യത്തെ തകർക്കാൻ വേണ്ടി സാറ്റലൈറ്റുകൾ, അവർ നിർമ്മിച്ചു വിട്ടിരിക്കുന്ന സാറ്റലൈറ്റുകളെ മറ്റു രാജ്യങ്ങൾ അതിന് തകർത്ത് കളയും. ഇത് സംഭവിക്കും. ചില രാജ്യങ്ങളിലെ സിഗ്നൽ, ഇത് നിമിത്തം പല രാജ്യങ്ങളുടെയും സിഗ്നലുകൾ നഷ്ടപ്പെടും. നെറ്റ്വർക്കുകൾ നഷ്ടപ്പെടും. ഇത് ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. സാറ്റലൈറ്റ് സംവിധാനങ്ങളെ തകർത്ത് കളയുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. സാറ്റലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. തീപിടുത്തമുണ്ടാകും. തീ പിടിച്ച് ഭൂമിയിലേക്ക് ഇത് വീഴും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. തീ പിടിച്ചത് താഴേക്ക് ഒന്ന് വീഴുന്നതാണ് ഞാൻ കാണുന്നത്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ വിഷയത്തെ ഗൗരവമായി എടുക്കുക. കർത്താവ് ജനത്തോട്, രാജ്യങ്ങളോട് കരുണ കാണിക്കട്ടെ. ആ വിഷയത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു കാര്യം, എന്നെ ദൈവാത്മാവ് ഒരു വിഷ്വൽ കാണിക്കുകയായിരുന്നു. ഞാൻ കാണുന്നത്
ഒരു 18, 24 ആ വയസ്സ് ഉള്ള പെൺകുഞ്ഞുങ്ങൾ ഇവർ നല്ല ഡ്രസ്സിലാണ് നിൽക്കുന്നത്. റോഡിൽ ടൗണിലൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണുന്നു. പക്ഷെ ഇവർക്കെല്ലാം ഡിപ്രഷനാണ്. ഈ ഒരു ഏജിൽ നല്ല വെൽ ഡ്രസ്സ് ധരിച്ച ഈ കുഞ്ഞുങ്ങളുള്ളത്, പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷനാണ്. പരിശുദ്ധ പറയുന്ന പദവിനാണ്, പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തലമുറയെ പിടിമുറുക്കുന്ന ഡിപ്രഷൻ എന്ന ആ ദുരാത്മാവിൻ്റെ, ആ സ്പിരിറ്റിൻ്റെ അകത്തുനിന്ന് തലമുറയെ ദൈവം വിടുവിക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആമേൻ. വ്യാപകമായി പെൺകുഞ്ഞുങ്ങളിൽ, എസ്പെഷ്യലി പെൺകുഞ്ഞുങ്ങളിൽ, ആമേൻ, ആൺകുഞ്ഞുങ്ങൾക്കും അതുണ്ട്, പക്ഷേ അധികമായി വരാൻ പോകുന്നത് പെൺകുഞ്ഞുങ്ങളിൽ ഡിപ്രഷൻ ഉണ്ടാകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഒരു 18, 19, 20, 21, 24 വയസ്സ്, 25 വയസ്സ് വരെയുള്ള ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുന്നത് കണ്ട ഒന്നും പറയത്തില്ല, നല്ല ഡ്രസ്സിൽ നല്ല മിടുക്കികളായി വരുന്നത്, പക്ഷേ ഇവർക്ക് ഡിപ്രഷനാണ്. ഇവരുടെ ലൈഫിനെ വെല്ലുവിളിയായി, ഇവിടെ മുമ്പോട്ടുള്ള ഭാവിക്ക് വെല്ലുവിളിയായി ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പെൺകുഞ്ഞുങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക, ആൺകുഞ്ഞുങ്ങളുള്ളവരും പ്രാർത്ഥിക്കുക. ഡിപ്രഷൻ വ്യാപകമായി ഒരു പകർച്ചവ്യാധി പോലെ ഡിപ്രഷൻ ഉണ്ടാകാൻ പോകും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ സ്പിരിറ്റിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അത്ഭുതം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ തലമുറകൾ നിറയപ്പെടാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഇതിനെ മറികടക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിറയാൻ പ്രാർത്ഥിക്കുക. വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു കാര്യം, ഇത് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി ജോലി ചെയ്യുന്നവർ, മറ്റു രാജ്യങ്ങളിൽ, യൂറോപ്പ് കൺട്രികളിൽ, മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർ, താമസിക്കുന്നവർ, വർഷങ്ങളായി അവിടെ താമസിക്കുന്നവർ, ആമേൻ, നിങ്ങളുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധി ഉപദേശമാണ്. എൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ജനത്തോട് ബുദ്ധി ഉപദേശിക്കുക, ജനത്തോട് ഇത് കൈമാറുക എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്ത്, താമസിക്കുന്ന രാജ്യങ്ങൾ, അവിടെ ഇപ്പോൾ നിങ്ങൾ താമസിക്കും. ചിലത് സ്ഥിരതാമസമാണ്, ചിലർക്ക് ചില രാജ്യങ്ങളിൽ വീടുകളുണ്ട്. എല്ലാം നല്ല കാര്യം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പക്ഷെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരിടം ഉണ്ടായിരിക്കണം. ആമേൻ. മിക്കവർക്കും ഉള്ളവരാണ്, ഇല്ലാത്തവർ അത് വേഗത്തിൽ ക്രമീകരിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങട്ടെ. സ്വന്തമായ ഒരു വീട്, ഒരു കിടപ്പാടം നിങ്ങളുടെ രാജ്യത്ത്, അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് ഉണ്ടാക്കിയിരിക്കണം. ആമേൻ. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിപദേശമാണ്. വരുന്ന 4-5 വർഷങ്ങൾക്കുള്ളിൽ, ഇത് പ്രവചന ശബ്ദമാണ് കൈമാറുന്നത്, വരുന്ന 4-5 വർഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങളാകെ കലങ്ങി മറിയും. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നിടത്തുനിന്ന് പറയും, നിങ്ങൾ പൊക്കൊള്ളുക, സ്വദേശിവൽക്കരണം എന്നൊക്കെ പറയും. രാജ്യങ്ങൾ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു. ഒരു രാജ്യങ്ങൾക്കും ഒരു സ്വസ്ഥതയുമില്ലാത്ത വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ പറയും, ഇന്ത്യക്കാർ, മറ്റുള്ള രാജ്യക്കാർ പുറപ്പെട്ടുകൊള്ളുക, ഞങ്ങളുടെ രാജ്യത്തു നിന്ന് പോകാൻ അവർ നിർബന്ധിക്കും, അവിടുന്ന് പോയേ പറ്റൂ. അങ്ങനെയുള്ളൊരു സാഹചര്യം വരുന്ന 4-5 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നു. ഈ 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്രമീകരണങ്ങൾ ദൈവമക്കൾ ക്രമീകരിക്കുക. ഇത് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. എന്നോട് അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത്, ജനത്തോട് ബുദ്ധി ഉപദേശിക്കുക.
ജ്ഞാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് അവിടെ വീടുണ്ടാകാം, വീടില്ലാത്തവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ സ്വന്തമായി ഒരു കിടപ്പാടം വാസയോഗ്യമായത് ഒരുക്കുക. പക്ഷെ ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല കേട്ടോ. ഇതും ശാശ്വതമല്ല. നിത്യമായൊരു വാസസ്ഥലമുണ്ട്, അത് സ്വർഗത്തിലാണ്. അതിനു വേണ്ടിയും ഒരുങ്ങിക്കൊള്ളുക. ഏറ്റവും അത്യാവശ്യം അതാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നിങ്ങൾക്ക് ഒരു വാസസ്ഥലമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അത് സ്വർഗത്തിലാണ്. അത് ഉറപ്പാക്കുക. അവിടെയും എനിക്ക് വാസസ്ഥലമുണ്ട് എന്ന് ജനങ്ങൾ ഉറപ്പാക്കുക. പ്രത്യേകം ഈ വിഷയങ്ങൾ പ്രവാസി മലയാളികളിലേക്ക്, മറ്റു രാജ്യങ്ങളിൽ സെറ്റിലായി ഇരിക്കുന്നവർക്കും എല്ലാം ഇത് ഷെയർ ചെയ്യുക, അവരിലേക്ക് എത്തിക്കുക. പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. എന്നോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ട ശബ്ദമാണ്. ആമേൻ. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ സ്വന്തം ഒരു ഭവനം, ക്രമീകരണങ്ങൾ ക്രമീകരിക്കുക. ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോരേണ്ട ഒരു സിറ്റുവേഷൻ, അന്തരീക്ഷം ഉണ്ടാകാൻ പോകുന്നു. വലിയ വലിയ പ്രതിസന്ധികൾ, വലിയ പ്രതികൂലങ്ങൾ, വലിയ പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം, യുദ്ധങ്ങൾ നിമിത്തം രാജ്യങ്ങളെല്ലാം കീഴ്മേൽ മറിയും. അവിടുന്ന് ഇട്ടിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ പല രാജ്യങ്ങളിലും ഉള്ളത് ഇട്ടിട്ട് ജീവനം കൊണ്ട് പോകേണ്ട സിറ്റുവേഷൻ വരാൻ പോകും. വേഗത്തിൽ അത് ക്രമീകരിക്കുക. നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ ദേശത്ത് അത് ക്രമീകരിക്കുക. പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വാസസ്ഥലമുണ്ട്. അത് സ്വർഗരാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാൻ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. നിത്യമായ വീട്ടിൽ, ആമേൻ, നിത്യമായ വീടിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു കാര്യം, ചില രാജ്യങ്ങളിൽ നിന്ന് കൂട്ട പലായനം നടക്കാൻ പോകുന്നു. ഗാസയിൽ നിന്ന് കഴിഞ്ഞിടങ്ങളിലൊക്കെ ന്യൂസ് വന്നതുപോലെ കൂട്ടമായി അവർ പലായനം ചെയ്തു എന്ന്, മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു, മറ്റു ദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു എന്ന് കേട്ടതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ഇത് സംഭവിക്കാൻ പോകുന്നു. കൂട്ടമായി ജനം ആ രാജ്യത്തിൻ്റെ സ്വസ്ഥത കെട്ടിട്ട് കൂട്ടമായി ജനം പലായനം ചെയ്യാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. രാജ്യങ്ങളോട് കർത്താവ് കരുണ കാണിക്കാനും, രാജാക്കന്മാർ, പ്രസിഡന്റുമാർ അവർക്ക് സുബോധമുണ്ടാകാനും പ്രാർത്ഥിക്കാം. ഇത് അന്ത്യകാലഘട്ടമാണ്. രാജ്യത്തോട് എതിർക്കുന്ന യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന ഒരു ടൈമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെട്ട മറ്റൊരു കാര്യം, ഡൽഹി ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് ഡൽഹി എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് പ്രാർത്ഥിക്കാം. ആ സ്ഥലത്ത് ഡൽഹിയിൽ ദൈവം കാണിക്കുന്നത് പ്രളയം എന്നൊരു പദം, ഡൽഹി പ്രളയം എന്നൊരു പദം ദൈവം ഇടപെടുന്നു. ഡൽഹി ഒന്ന് പ്രാർത്ഥിക്കുക. വലിയ മഴയും വലിയ പ്രളയവും ഡൽഹിയിൽ ഉണ്ടാകാൻ പോകുന്നു. അത് ഈ പരിശുദ്ധങ്ങൾ കാണിക്കുന്നത് ഡൽഹിയിൽ വലിയ തീപിടുത്തമുണ്ടാകുമ്പോൾ 100 കണക്കിന് കടകൾ കത്തി നശിക്കുന്ന വിധത്തിലുള്ള വലിയൊരു തീപിടുത്തം ഡൽഹി എന്ന് പറയുന്ന പട്ടണത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ആ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മുടെ തലസ്ഥാനത്തെ, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയെ ദൈവം വിടുവിക്കട്ടെ. കർത്താവ് കരുണ കാണിക്കട്ടെ. ഈ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ അത്ഭുതം ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ വെളിപ്പെടട്ടെ. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവ് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിക്കുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. ഈ പ്രവചന ശബ്ദങ്ങൾ കേട്ടും ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. നിനക്ക് വേണ്ടി ദൈവം കരുതും. നീ കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങുക. കർത്താവ് നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. തലമുറ പുറത്തു വരും, ജീവിക്കും, രക്ഷപ്പെടും. നീ രക്ഷപ്പെടും, നിൻ്റെ തലമുറ രക്ഷപ്പെടും. യേശുവിൽ വിശ്വസിക്കുക.
ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.